ഞങ്ങൾ ഇപ്പോൾ കാണാൻ പോകുന്നതുണ്ടല്ലോ മഞ്ചനപ്പള്ളി ഡാമിൻ്റെ ബാക്ക് വാട്ടറാണ്. ഞങ്ങളിവിടെ വന്നതിന് ശേഷമാണ് ഇങ്ങനെയൊക്കെ ഉള്ള കാര്യം അറിഞ്ഞത്. ഒരു ദിവസത്തേക്ക് നല്ല രീതിയിൽ റിലാക്സ് ചെയ്ത് അടിച്ചു പൊളിക്കാൻ പറ്റിയ ഒരു സ്ഥലമാണ്. 1 മണിക്കൂറിൻ്റെ സമയമാണ് ഇവർ നമുക്ക് തരുന്നത്. ഹലോ പ്രിയപ്പെട്ടവരെ, അപ്പോൾ ഇന്നത്തെ പുതിയ വീഡിയോയിലോട്ടേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് പ്ലാനിലേ ഇല്ലാത്ത ഒരു സ്ഥലത്തേക്കാണ് പോകുന്നുള്ളത്. അതെ, വീട്ടിൽ നിന്ന് ഒത്തിരി ദിവസം കഴിഞ്ഞിട്ട് അമ്മയും ചേട്ടനും ഒക്കെ വന്നായിരുന്നു. അപ്പം എങ്ങോട്ട് പോവാന്ന് വീട്ടിൽ ബോറടിച്ചിരിക്കുമ്പോഴാണ് ഇങ്ങനെ ഒരു സ്ഥലം മനസ്സിൽ വന്നത്. പിന്നെ ഒട്ടും വൈകാതെ തന്നെ ഇറങ്ങി. അല്ലെങ്കിലും നമ്മൾ ഒട്ടും പ്ലാൻ ഇല്ലാതെ പോകുമ്പോഴായിരിക്കും ഒത്തിരി നല്ല മൊമെന്റ്സ് മനസ്സിൽ ഓർമ്മയായി നിൽക്കുന്നത്, അല്ലേ? ഗൈസ്, ഞങ്ങൾ ഇപ്പോൾ കാണാൻ പോകുന്നതുണ്ടല്ലോ മഞ്ചനപ്പള്ളി ഡാമിൻ്റെ ബാക്ക് വാട്ടറാണ് കാണാൻ പോകുന്നത്. ബാംഗ്ലൂരിൽ നിന്ന് നമുക്ക് എളുപ്പത്തിൽ വരാൻ പറ്റുന്ന ഒരു ഡാമാണ്. ഏറ്റവും വലിയ അർക്കാവതി റിവറിൻ്റെ ഒരു ഡാമാണ്. അപ്പം നമുക്ക് അവിടെ ചെന്നിട്ട് കാണാം. ഗൈസ്, കണ്ടില്ല, ഇവിടുന്ന് തന്നെ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. ബാക്ക് വാട്ടർ കാണാനാണ് ഇപ്പോൾ ചെല്ലുന്നുള്ളത്. അതിൻ്റെ അടുത്ത് ചെന്നിട്ട് ബാക്കി കാഴ്ചകൾ ഞാൻ കാണിച്ചു തരാം. റോഡ് കണ്ടില്ലേ, എല്ലാം ഒത്തിരി കല്ലും മണ്ണുമാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് നടക്കാൻ തന്നെ പാടാണ്. അപ്പം വണ്ടി ഞങ്ങൾ മുകളിൽ തന്നെ നിർത്തിയിട്ടാണ് ഇറങ്ങുന്നുള്ളത്. നല്ലൊരു തെളിഞ്ഞ വെള്ളം നമുക്ക് ഇവിടുന്ന് തന്നെ കാണാൻ പറ്റുന്നുണ്ട്, കണ്ടില്ലേ? അപ്പം ഗൈസ്, അവിടെ അമ്മ എന്തോ കാണിച്ചു തരുന്നുണ്ട്. ഞാൻ അവിടെ ചെന്നിട്ട് നിങ്ങൾക്ക് കാണിക്കാം. ശംഖ് ഗൈസ്, ശംഖ് കണ്ടില്ലേ? ശംഖ് പുഴുവാണ് നിങ്ങൾ ഈ കാണുന്നുള്ളത്. കണ്ടില്ലേ? പാവം പയ്യെ പോവാൻ. ഒച്ചെന്ന് പറയും. അപ്പം അവൻ്റെ വഴിക്ക് ആകുമ്പോട്ടെ, നമ്മുടെ വഴിക്ക് നമ്മൾ പോവാം. ഒത്തിരി ഫ്രൂട്ട്സ് മരങ്ങളൊന്നും ഞങ്ങൾ കണ്ടായിരുന്നു വരുന്ന വഴിക്ക്, പക്ഷെ ഇവിടെ ഒന്നും കാണുന്നില്ല. സീതാഫലം, പിന്നെ പേരക്ക ഉണ്ടായിരുന്നു. മാങ്ങ മരങ്ങൾ കണ്ട പിന്നെ ഒത്തിരി ഉണ്ടായിരുന്നു, കണ്ടില്ലേ? ചെറിയൊരു ഫോറസ്റ്റിൻ്റെ ഒരു ഫീലാണ്. ആരെങ്കിലും വന്ന് അറ്റാക്ക് ചെയ്താൽ പോലും ആരും ചോദിക്കത്തില്ല, കണ്ടില്ലേ? അപ്പം ഇതാണ് എൻട്രൻസ് എന്ന് തോന്നും. നമുക്ക് അവിടെ ചെന്ന് ബാക്കി കാണാം. കണ്ടില്ലേ, ചുറ്റും കാടാണ്. അപ്പം അതിൻ്റെ നടുക്ക് നമ്മളിങ്ങനെ നടന്നു പോകുമ്പോൾ ഈ ഒരു ക്ലൈമറ്റും തണുത്ത കാറ്റും ആ ഒരു ഫീല് വേറെ തന്നെയാണ് ഗൈസ്. കണ്ടില്ല, അപ്പം മഞ്ചനപ്പള്ളി ഡാം അല്ല നമ്മളിപ്പോൾ കാണാൻ പോകുന്നത്. ഡാമിൻ്റെ ഒരു ബാക്ക് വാട്ടറാണ്. അപ്പം ഡാമിന് വരാൻ നമ്മൾ വേറെ വഴിയിലൂടെയാണ് പോകേണ്ടത്. അപ്പം പിന്നെ ഇനിയൊരു കാര്യം കൂടി ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. കണ്ടില്ലേ, ഈ കാണുന്ന കുന്നാണ് ഏറ്റവും ഫേമസും ഏറ്റവും ഡേഞ്ചറസുമായ സാവനദുർഗ ഹിൽസ്. ബാംഗ്ലൂരിൽ തന്നെ ഏറ്റവും ഫേമസും പിന്നെ ഒരു ഡേഞ്ചറസ് ആയ ട്രെക്കിംഗ് സ്പോട്ടാണ് ഗൈസ്. അപ്പം എവിടേക്കും നമുക്ക് ഒരു ദിവസം പോകാം. ഹരി ഒത്തിരി ദിവസമായി ഇവിടെ പോകണമെന്ന് പറയാൻ തുടങ്ങിയിട്ട് നമുക്ക് പോകാം. അപ്പോൾ ഫാമിലിയൊക്കെ ഇതെല്ലാം ഫ്രണ്ടിൽ തന്നെ പോകുന്നുണ്ട്. ഒരു ത്രിൽഡായ ഫാമിലി ട്രിപ്പാണ്. ഞങ്ങൾ ആൾമോസ്റ്റ് പോയിന്റ് എത്തി. വണ്ടിയൊക്കെ വന്നിട്ടുണ്ട്, ചില വണ്ടികളൊക്കെ, പക്ഷേ
ഒത്തിരി റോഡ് മോശമായതുകൊണ്ട് ഞങ്ങൾ എന്തായാലും വണ്ടി എടുത്തില്ല. അത് മാത്രമല്ല കുറച്ച് ദൂരം നടക്കാമെന്ന് വിചാരിച്ചു. അവിടെ എന്താ ഉള്ളത്? റിസോർട്ടാണോ അവിടെ? യെസ്, അവിടെ ഒരു റിസോർട്ടാണുള്ളത്. നല്ലൊരു സ്പോട്ടാണ് നമ്മൾ വന്നേക്കുന്നത്. അല്ല, നിങ്ങൾ രണ്ടുപേരും വെള്ളത്തിൽ കൂടെ നമ്മളെ കാർ എടുത്തോണ്ടോ അല്ലേ? എങ്ങനെ ഞങ്ങൾ ഉരുട്ടി നിങ്ങൾക്ക് അപ്പം തിരിച്ചു പോകാനാണ് വിഷമം. ഞാനാണോ വലുത്, കാറാണോ വലുത്? ഇവനെ കൊന്നിട്ടില്ലാമോ? അങ്ങനെ ഞങ്ങൾ അറിയാതെ വന്നെത്തിയത് ഒരു പ്രൈവറ്റ് പ്രോപ്പർട്ടിയിലേക്കാണ്. അതെ, ഇതൊരു പ്രൈവറ്റ് പ്രോപ്പർട്ടിയാണ്. അതായത് ഇവിടെ ബുക്ക് ചെയ്തിട്ട് വേണം വരാൻ, അല്ലെങ്കിൽ ഇവിടെ വന്നിട്ടാണെങ്കിലും നമുക്ക് ബുക്ക് ചെയ്യാവുന്നതാണ്. പിന്നെ സ്റ്റേ ചെയ്യേണ്ട എല്ലാ ഫെസിലിറ്റീസും ഇവിടെ അവൈലബിൾ ആണ്. അവിടെ ഒരു പൊളിഞ്ഞു കിടക്കുന്ന വീടുണ്ട് മരത്തിൻ്റെ മുകളിൽ, കണ്ടില്ലേ? നമുക്കിവിടെ സ്റ്റേ ചെയ്തിട്ട് ഇതൊക്കെ എക്സ്പീരിയൻസ് ചെയ്യാവുന്നതാണ്. പക്ഷെ ഞങ്ങളിതൊന്നും പ്ലാൻ ചെയ്തിട്ടല്ല വന്നത്. ഇവിടെ വന്നതിന് ശേഷമാണ് ഇപ്പം ഈ കാര്യങ്ങൾ അറിയുന്നുള്ളത്. അപ്പോൾ ഇത് ഇവരുടെ പ്രൈവറ്റ് പ്രോപ്പർട്ടിയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ കാശ് കൊടുത്തതിന് ശേഷം അവരിപ്പം നമ്മളെ കയറ്റി വിടുന്നുള്ളൂ. അപ്പോൾ ഗായ്സ് കണ്ടില്ല, ഞങ്ങൾ സ്ഥലത്തെത്തിയിരിക്കുന്നത് നല്ല വലിയൊരു ലേക്കാണ്. കണ്ടാൽ ലേക്കാണെന്ന് തോന്നിക്കത്തില്ല, വലിയൊരു പുഴയാണെന്നേ തോന്നിക്കത്തുള്ളൂ. അപ്പം നല്ലൊരു പീസ്ഫുള്ളായ പ്രൈവറ്റാണ്. നമുക്ക് ഫുൾ പ്രൈവറ്റായിട്ട് നമുക്ക് ടൈം സ്പെൻഡ് ചെയ്യാവുന്നതാണ്. കണ്ടില്ല, ഹരി ലൈഫ് ജാക്കറ്റൊക്കെ ഇട്ട് റെഡി ആയിരിക്കുന്ന. ഓൾ ദ ബെസ്റ്റ്. യെസ്. പേടിയുണ്ടോ ഹരി? ചെറുതായിട്ട് പേടിയുള്ള പോലെ? പേടിയാണോ? നല്ലൊരു ലേക്കാണ്. കണ്ടില്ലേ എത്ര അടിപൊളിയായ ലേക്കാണെന്ന്. വെള്ളം വന്ന് പോകുന്നുണ്ട്. പക്ഷെ നല്ല ആഴമുണ്ട്. കണ്ടില്ല, കാരണം നമ്മൾ നിൽക്കുന്നത് നടുക്കാണ്. അപ്പം ഈ വെള്ളം ഒഴുകുന്നതിൻ്റെ നടുക്കിലെ ഒരു വക്കിലാണ് ഞങ്ങൾ നിൽക്കുന്നുള്ളത്. അപ്പം കണ്ടില്ലേ വെള്ളം വന്ന് ഒഴുകുന്നുണ്ട്. നല്ല ഭംഗിയുണ്ട്. കണ്ടില്ലേ, ചെറിയ തിരമാലകൾ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് ഈ കടൽ തീരത്തിൻ്റെ പോലെ. അപ്പം ഞാൻ എന്തായാലും ഈ റിസ്ക് കടക്കാൻ പോകുന്നില്ല. എനിക്ക് വെള്ളം വെച്ച പേടിയായതുകൊണ്ട് ഞാൻ ഇറങ്ങുന്നില്ല. ജസ്റ്റ് ഇവരെ നമുക്ക് മോട്ടിവേറ്റ് ചെയ്യുക, അത്രേ ഉള്ളൂ. ശരി ഗൈസ്, അപ്പോൾ ഞങ്ങളിത് വെള്ളത്തിൽ ഇറങ്ങാൻ പോവാണ്. നല്ല പോയിട്ട് വരാം. ഓക്കെ, ബൈ. രണ്ടുപേരും നല്ല രീതിയിൽ നീരാട്ടാണ് ഗൈസ്, നീരാട്ട്. അമ്മ ഇവിടുന്ന് പേടിച്ച് നിൽക്കുക, എന്തെങ്കിലും സംഭവിക്കുമെന്ന് വെച്ചിട്ട്. അമ്മയാകുമ്പം പേടി കാണുമല്ലോ. അപ്പം ലൈഫ് ജാക്കറ്റൊക്കെ ഇട്ടതുകൊണ്ട് എനിക്ക് അത്ര പേടിയില്ല. അപ്പം കണ്ടില്ലേ ഗൈസ്, എങ്ങനെയുണ്ട്? സൂപ്പർ ഫീലാണോ? തണുപ്പുണ്ടോ? പിന്നെ ചൂടാണോ? വെയിലുകാലം ആയതുകൊണ്ടാണ്. കണ്ടില്ല, ഒരാൾക്ക് പെർ ഹെഡ് 500 ആണ് അവർ പറയുന്നുള്ളത്. മേളിൽ നോക്കുകയാണെങ്കിൽ നമുക്ക് മൊത്തം കുന്നുകളാണ് ഗൈസ്. കണ്ടില്ല, നല്ല ഒരു വീക്കെൻഡിൽ നമുക്ക് നല്ല രീതിയിൽ റിലാക്സ് ചെയ്ത് ഒന്ന് റിഫ്രഷ് ചെയ്യാവുന്നതാണ്. ഇവിടെ നമുക്ക് താമസിക്കാനുള്ള സൗകര്യം കൂടി ഉണ്ട്. നമ്മൾ പ്രീ ബുക്ക് ചെയ്തിട്ട് വരുവാണെങ്കിൽ ഒന്നും പേടിക്കേണ്ടതില്ല. പക്ഷെ ഞങ്ങൾ അതൊന്നും അറിഞ്ഞുകൊണ്ട് വന്നതല്ല, ജസ്റ്റ് വന്നപ്പം ഞങ്ങൾ അറിഞ്ഞ ഒരു കാര്യങ്ങളാണ്. എന്താ
നിൽക്കാൻ പറ്റുന്നുണ്ടോ? അത്ര ആഴമുള്ളൂ. നിൽക്കാവുന്നതാണ് അവിടെ, കണ്ടില്ല കേസ്, വലിയ ആഴമൊന്നും ഇല്ല. അവിടെ ഹരി നിന്നിട്ടുണ്ട്, കണ്ടില്ലേ. അപ്പം നമ്മൾ പേടിക്കുന്നത്ര വലിയ ആഴമൊന്നും ഇല്ല. ഇനിയും കൂടുതൽ ആവശ്യത്തിൽ പോവുകയാണെങ്കിൽ നല്ല ആഴം കാണുമായിരിക്കും. അവർ നിന്നിട്ടില്ല, അപ്പം അതുവരെ പകുതിക്കുള്ള ഒരു ആഴമേ ഉള്ളൂ. അപ്പൊ ഗൈസ് കണ്ടില്ലേ, ഇതാണ് മഞ്ചനപ്പള്ളി ഡാമിന്റെ ബാക്ക് വാട്ടർ. അപ്പൊ നമ്മൾ ഇവിടെ വരുവാണെങ്കിൽ കായക്കിംഗ് ഒക്കെ അവൈലബിൾ ഉണ്ട്. 500 പെർ ആയിട്ടാണ് അവർ പറയുന്നുള്ളത്. അത് മാത്രമല്ല നിങ്ങൾക്ക് വെറും സ്വിം ആയിട്ട് മതിയാണെങ്കിൽ സ്വിം ചെയ്യാവുന്നതാണ്. കണ്ടില്ലേ, സേഫ് ആണ്. അത് മാത്രമല്ല വെള്ളം കുറവാണ്. അവിടെ നിൽക്കുന്ന ആ ഒരു പകുതി വരെ ഉള്ളൂ വെള്ളം. അപ്പം നമ്മൾ വീക്കെൻഡിലൊക്കെ വന്നിട്ട് നല്ല രീതിയിലൊന്ന് ടൈം സ്പെൻഡ് ചെയ്യാൻ പറ്റുന്നതാണ്. കണ്ടില്ല, നല്ല രീതിയിലൊന്ന് റിലാക്സ് ചെയ്യാവുന്നതാണ്. അപ്പം നമുക്കിവിടെ ടെൻറ്റ് ഹൗസ് ഒക്കെ ഉണ്ട്. അത് മാത്രമല്ല സ്റ്റേ ചെയ്യണമെങ്കിൽ സ്റ്റേ ചെയ്യാവുന്നതാണ്. അപ്പം ഞങ്ങളിവിടെ വന്നതിന് ശേഷമാണ് ഇങ്ങനെയൊക്കെ ഉള്ള കാര്യം അറിഞ്ഞത്. അപ്പം നിങ്ങൾ വരണമെന്നുള്ളവരാണെങ്കിൽ ആദ്യം തന്നെ പ്രീ ബുക്ക് ചെയ്തിട്ട് വന്നാൽ നിങ്ങൾക്ക് എളുപ്പത്തിൽ വന്ന് ഇവിടെ സ്റ്റേ ചെയ്യാവുന്നതാണ്. ഒരു ദിവസത്തേക്ക് നല്ല രീതിയിൽ റിലാക്സ് ചെയ്ത് അടിച്ചു പൊളിക്കാൻ പറ്റിയ ഒരു സ്ഥലമാണ്. അപ്പം കണ്ടില്ല, നല്ലൊരു ലേക്കാണ് നമുക്കിവിടെ കാണാൻ പറ്റും. അർക്കാവതി റിവറിൻ്റെ ഒരു വെള്ളമാണ് ഈ വരുന്നുള്ളത്, ഒഴുകി വരുന്നുള്ളത്. ഗൈസ് കണ്ടില്ല, 1 മണിക്കൂറിൻ്റെ സമയമാണ് ഇവർ നമുക്ക് തരുന്നത്. 500 റുപ്പി കൊടുത്ത് നമുക്ക് 1 മണിക്കൂർ പെർ ഹെഡിന് നല്ല രീതിയിൽ സമയം ചെലവഴിക്കാൻ പറ്റും. ആരുമില്ല ഇവിടെ, ചുറ്റുവട്ടത്തൊന്നും ആരും നമുക്ക് കാണാൻ പറ്റില്ല. അപ്പം ശരിക്കും ഞങ്ങൾ മാത്രമേ ഇവിടെ ഉള്ളൂ, വേറെ ആരുമില്ല. എന്നാൽ നല്ലൊരു പ്രൈവറ്റ് പ്രോപ്പർട്ടി ആണ്. ആർക്ക് വേണമെങ്കിൽ വരാം എന്നായിരുന്നു ഞങ്ങൾ വിചാരിച്ചിരുന്നത്, അതായത് ഫ്രീ ആയിട്ട്. പക്ഷേ ഇവിടെ വന്നതിന് ശേഷമാണ് മനസ്സിലായത് ഇതൊരു പ്രൈവറ്റ് പ്രോപ്പർട്ടി ആണ്. അപ്പം അവരുടെ പെർമിഷൻ ഇല്ലാതെ നമുക്ക് വരാവുന്നതല്ല. അപ്പം അതുകൊണ്ടാണ് കായക്കിങ്ങിനൊക്കെ ഞങ്ങൾ പേ ചെയ്തിട്ട് വേണം പോകാവുന്നത്. അപ്പോൾ കായാക്കിങ്ങിനൊക്കെ 2 പേരാണ് ഒരു ബോട്ടിൽ നമുക്ക് പോകാവുന്നത്. നമ്മൾ 4 ബോട്ടാണ് ഇവിടെ നിൽക്കുന്നുള്ളത്. ചെറുതായിട്ട് മഴ പെയ്ത് തുടങ്ങുന്നുണ്ട്, കണ്ടില്ലേ. അവർ മേളിലോട്ട് കയറി വരുന്നേ ഇല്ല. നല്ല ഒരു സ്ഥലമാണ് ബാംഗ്ലൂർ റൂറലിലാണ് നമുക്ക് ഈ സ്ഥലം കാണാൻ പറ്റുന്നത്. ഇങ്ങനെ ഒരു സ്ഥലം ഒത്തിരി പേർക്ക് അറിഞ്ഞു കാണത്തില്ല, കണ്ടില്ലേ. ബാംഗ്ലൂർ മറ്റൊരു സ്ഥലത്തിലുള്ള ഒരു ഫീലാണ്. നമ്മൾ ബെഡിൽ കിടന്നുള്ളവരെ കണ്ടിട്ടുണ്ടോ, പക്ഷെ വെള്ളത്തിൽ കിടക്കുന്നവരെ കണ്ടിട്ടുണ്ടോ? വെള്ളത്തിൽ 2 പേര് സുഖമായിട്ട് കിടക്കുകയാണ് ഗൈസ്, കണ്ടില്ലേ. ഉറക്കം വരുവാണെന്ന് സുഖമായിട്ട് കിടക്കുകയാണ് ഗൈസ്, കണ്ടില്ലേ. വെള്ളത്തിൽ തന്നെ ഉറക്കം വരുന്നുണ്ടോ? അതേന്ന് ഉറക്കം വരെ കേൾക്കുന്നില്ലേന്ന് ഗൈസ്. അപ്പം മഴ വരുന്നത് പോലെ ഉണ്ട് ഗൈസ്, അതുകൊണ്ട് ഞങ്ങൾ തിരിച്ചു പോവാണ്. ണ്ട് അപ്പം ഞങ്ങൾ തിരിച്ച് കയറുവാണ്. എന്തായാലും ഇന്നത്തെ ദിവസം എക്സ്പെക്റ്റ് ചെയ്യാത്തതാണെങ്കിൽ പോലും നല്ല രീതിയിലൊന്ന് ആസ്വദിക്കാനും ഫാമിലി ടൈം സ്പെൻഡ് ചെയ്യാനും പറ്റി. കണ്ടില്ലേ സ്ഥലം എങ്ങനെയാണ് ഉള്ളതെന്ന്, മൊത്തം വനപ്രദേശം പോലെയാണ് ഉള്ളത്. അപ്പം ട്രീ ഹൗസൊക്കെ ഇവിടെ ഉണ്ടായിരുന്നു, പക്ഷെ പൊളിഞ്ഞു പോയി. വീണ്ടും പണിയണം എന്നാണ് അവർ പറഞ്ഞത്. മഴ പെയ്തു തുടങ്ങി ഗൈസ്. ഇപ്പം അടുത്ത് കയറി മഴ വരെ പെയ്തു തുടങ്ങി. നല്ലൊരു പ്ലേസാണ് ഗൈസ്. ഈ കുടിയിൽ നമുക്ക് പോയി നിൽക്കാം തൽക്കാലം. നല്ലൊരു കുഞ്ഞു കുടിലാണ്. ഇവിടുന്ന് അങ്ങോട്ട് കണ്ടില്ലേ, ഊഞ്ഞാലൊക്കെ ഉണ്ട്. പക്ഷേ മഴ പെയ്തില്ലായിരുന്നെങ്കിൽ ഊഞ്ഞാലിൽ കുറച്ച് നേരം നാടായിരുന്നു. എന്നാൽ ഞാൻ അങ്ങോട്ടേക്ക് ഓടാം. എല്ലാം ഉണ്ട്. നമ്മൾ ഓൺലൈനിൽ ബുക്ക് ചെയ്യാവുന്നതാണെന്ന് പറഞ്ഞേക്കുന്നത്. അപ്പം ഈ സ്ഥലത്തിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. അങ്ങനെ ഒട്ടും പ്ലാൻ ചെയ്യാത്ത ഈ ഒരു 1 ഡേ ട്രിപ്പ് നല്ല രീതിയിൽ എൻജോയ് ചെയ്തായിരുന്നു.
അല്ലെങ്കിലും ഇങ്ങനെയുള്ള സഡൻ ട്രിപ്പായിരിക്കും നമുക്ക് കൂടുതൽ എൻജോയ് ചെയ്യാൻ പറ്റുന്നത്, ഒത്തിരി ത്രിൽഡായിട്ടും ഫീൽ ചെയ്യുന്നത്. അപ്പം മഴ അല്പം നിന്ന് തുടങ്ങി, അതുകൊണ്ട് തന്നെ വൈകിക്കാതെ ഞങ്ങൾ പെട്ടെന്ന് ഇറങ്ങി. അപ്പം കാറ് മേളിലാണ് പാർക്ക് ചെയ്തേക്കുന്നത്. അപ്പം പെട്ടെന്ന് നടന്ന് ചെല്ലേണ്ടതാണ്, വീണ്ടും മഴ വരുമോയെന്ന് പറയാൻ പറ്റില്ല. അപ്പം ഇന്നത്തെ ഈ യാത്ര നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. വീണ്ടും ഒരു പുതിയ വീഡിയോ ആയിട്ട് നിങ്ങളുടെ മുന്നേ വരുന്നതായിരിക്കും. താങ്ക്സ് ഫോർ വാച്ചിങ്.